ഭാരതത്തിൻ പാരമ്പര്യം, ഭാരതത്തിൻ സംസ്കാരം, ഭാരതത്തിൻ മതേതരത്വം എല്ലാം നിങ്ങൾ തുലച്ചില്ലേ? അങ്ങേക്കായിരം അഭിവാദ്യങ്ങൾ, അഭിവാദ്യങ്ങൾ. ജനാധിപത്യം സംരക്ഷിക്കാൻ, മതേതരത്വം സംരക്ഷിക്കാൻ, ശബ്ദമുയർത്തിയ പ്രിയ നേതാവേ, ജനാധിപത്യം സംരക്ഷിക്കാൻ, മതേതരത്വം സംരക്ഷിക്കാൻ, പാർലമെന്റിൽ ശബ്ദമുയർത്തിയ പ്രിയ നേതാവേ, അങ്ങേക്കായിരം അഭിവാദ്യങ്ങൾ. ജനാധിപത്യം കശാപ്പ് ചെയ്ത്, മതേതരത്വം കശാപ്പ് ചെയ്ത്, ഫാസിസം മാത്രമല്ല അവരുടെ ശബ്ദത്തെ പൂർണ്ണമായും ഇല്ലായ്മ ചെയ്യുന്ന വിധത്തിലേക്ക് ചിലരെയൊക്കെ ഈ പാർലമെന്റ് സെഷൻ പൂർണ്ണമായും അവസാനിക്കുന്നതുവരെ, എന്നാൽ ചിലരെയൊക്കെയും അനിശ്ചിത കാലത്തേക്ക് സസ്പെൻഡ് ചെയ്യുന്ന ഒരു പ്രക്രിയ ദിവസങ്ങളായി ആരംഭിച്ചു വരികയായി. ഇന്നലെ അത് 141 പേരെ ഈ പാർലമെന്റ് അംഗങ്ങളെ ഈ പാർലമെന്റിൽ നിന്നും സസ്പെൻഡ് ചെയ്യുന്ന തരത്തിലേക്ക് സംസ്ഥാന വ്യാപകമായി ഇന്ന് ജ്വലിപ്പിക്കുക. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർട്ടിയുടെ സമാരാധനായിട്ടുള്ള ചെയർമാനും വൈസ് ചെയർമാനും പാർലമെന്റിൽ കർഷകർക്ക് വേണ്ടി ശബ്ദമുയർത്തുമ്പോൾ ഈ രാജ്യത്തിന്റെ ഭരണഘടന സംരക്ഷിക്കുന്നതിന് വേണ്ടി ഈ രാജ്യത്തിന്റെ ഭരണഘടന വിഭാവനം ചെയ്യുന്ന നിരവധിയായിട്ടുള്ള ആനുകൂല്യങ്ങളെന്നല്ല നമ്മുടെ അവകാശങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി പാർലമെന്റിൽ ശബ്ദമുയർത്തുമ്പോൾ, എന്തിനേറെ ഈ പാർലമെന്റ് മന്ദിരത്തിൽ പോലും ഒരു ആക്രമണം ഉണ്ടാകുമ്പോൾ അതിനെക്കുറിച്ച് വായ തുറന്ന് ഉരിയാടുന്നതിന് ഈ രാജ്യത്തിന് ഭരണ നേതൃത്വം നൽകുന്ന ആളുകൾ തയ്യാറാകാതെ വരുമ്പോഴേക്കും അവർക്കെതിരെ ശബ്ദിക്കുമ്പോൾ ഈ നാടിനെ ഈ രാജ്യത്തിന്റെ വികാരമൊന്നാകെ പാർലമെന്റിൽ പ്രതിഫലിപ്പിക്കുവാനായിട്ട് ശ്രമിക്കുമ്പോൾ അവരെ നരേന്ദ്രമോദി തുലയട്ടെ, മോദി ഭരണം തുലയട്ടെ, ജനാധിപത്യം കശാപ്പ് ചെയ്ത, മതേതരത്വം കശാപ്പ് ചെയ്ത,